നിന്ന് കാർ കടത്തിയെന്ന സംശയത്തിൽ എറണാകുളം പനങ്ങാട് കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുത്തു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെട്ടു എന്നതാണ്. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, ഇതിൽ കുറേ കാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അതായത് വലിയൊരു കണ്ടെയ്നറാണ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ പറ്റിയത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടോ? അനുജ, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങോട്ട് എത്തിയ ഈ കണ്ടെയ്നറിൽ ഒരു കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. പനങ്ങാട് പോലീസിനാണ് ഈ രഹസ്യ വിവരം ലഭിക്കുന്നത്. ഒരു കവർച്ചാ സംഘം കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഇന്നലെ പനങ്ങാട് പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് 4 മണിയോടെ പനങ്ങാട് പോലീസ് നെട്ടൂർ വെച്ച് ഈ വാഹനം തടയുകയും പരിശോധന നടത്തുകയുമായിരുന്നു. ഈ പരിശോധന നടത്തുന്ന സമയത്ത് വാഹനത്തിനകത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ പോലീസ് അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം ഈ വാഹനം പോലീസ് തുറന്ന് പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിനകത്ത് കാറൊന്നും ഉണ്ടായിരുന്നില്ല. പകരം AC-യും ഒപ്പം തന്നെ അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ ഉപകരണങ്ങൾ മാറ്റി പരിശോധന നടത്തിയപ്പോൾ ഗ്യാസ് കട്ടറുകൾ ഈ വാഹനത്തിനകത്ത് നിന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീടാണ് പോലീസ് വാഹനവും ഇതിലുള്ള ആളുകളെയും കസ്റ്റഡിയിലെടുക്കുന്നത്. രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. ഈ മോഷണ സംഘമാണ് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തർ സംസ്ഥാന മോഷണ സംഘം എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഓടി രക്ഷപ്പെട്ട ആളെ കണ്ടെത്തുകയും ചെയ്താൽ മാത്രമായിരിക്കും എന്തു തരത്തിലുള്ള ആളുകളാണ് അതിൽ മോഷണ സംഘം തന്നെയാണോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സ്ഥിരീകരണം വരിക. എന്തായാലും കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ സംശയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള സാധനങ്ങൾ വാഹനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കാറ് ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ ഈ കാറ് ഇവർ ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപ് പുറത്തേക്ക് ഇറക്കിയോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ പോലീസിന്. എന്തായാലും 2 രാജസ്ഥാൻ സ്വദേശികൾ നിലവിൽ പനങ്ങാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താലായിരിക്കും മറ്റ് വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കുക. അല്പസമയത്തിനകം ഇത്തരം കാര്യങ്ങളിലുള്ള വിവരങ്ങൾ വ്യക്തത വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, പനങ്ങാട്ടാണ് ഒരു കണ്ടെയ്നർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഊട്ടിയിൽ നിന്ന് കാർ കടത്തുകയായിരുന്നു എന്നുള്ളതാണ് സംശയം. 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്.